ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗർ. കണക്ട് വർക്ക് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റീസെന്റ് കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വന്ന സ്കീമാണ് കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പ്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു കോഴ്സ് ചെയ്യുന്നവർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, UPSC, SSC അല്ലെങ്കിൽ PSC പോലുള്ള എക്സാംസ് അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പിന്നെ 18നും 30 വയസ്സിന് മധ്യമുള്ളവർക്കുമാണ് ഇതിന്റെ എലിജിബിലിറ്റി ഉള്ളത് അപ്ലൈ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇൻകം ഒരു വർഷത്തിൽ 5 ലക്ഷത്തിൽ കവിയാനും പാടില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ എൻ്റെ ഭാഗമാകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ഓൺലൈൻ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്ന സെർച്ച് റിസൾട്ടിലെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ അപ്ലൈ നൗ എന്ന ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തേക്കാണ് കിട്ടുന്നത്. 18നും 30നും മധ്യ ഏജ് വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആനുവൽ ഇൻകം ഒരു വർഷത്തിൽ 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. താഴെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് പറയുന്നുണ്ട്. അഡ്രസ് പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിനകത്ത് എടുത്തതായിരിക്കണം. പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. അക്നോളജ്മെന്റ് സ്ലിപ്പ്, പിന്നെ ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഓതന്റിക്കേഷൻ ലെറ്റർ. അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോഴ്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്രം മതി. അല്ല, കോമ്പറ്റേറ്റീവ് PSC SSC പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ, സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്. താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്രസ് പ്രൂഫിന് ഏതൊക്കെ ഡോക്യുമെന്റ് ഉപയോഗിക്കാം, ഡേറ്റ് ഓഫ് ബർത്തിന് ഏതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്നോളജ്മെന്റ് സ്ലിപ്പ് പറയുന്നുണ്ട്. അത് നമ്മുടെ PSC ആണ് അപ്ലൈ ചെയ്തെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. സെൽഫ് ഡിക്ലറേഷൻ താഴെ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ പണ്ട് സാക്ഷ്യപത്രം നമ്മളൊന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു ഡിക്ലറേഷനാണ്. ബാങ്ക് ഡീറ്റെയിൽ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ താഴെ സിഗ്നേച്ചർ. ഇതൊക്കെ 100 KB കൂടാൻ പാടില്ല. 100 KB താഴെ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാക്കി. ഓക്കെ, ദെൻ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 2 രീതിയിൽ ലോഗിൻ ചെയ്യാം. ഒന്ന് പ്രൊസീഡ് ആസ് ന്യൂ ആപ്ലിക്കൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത നമ്പർ വെച്ച് നമുക്ക്. ഓക്കെ, ഞാൻ ഇപ്പോൾ ന്യൂ ആപ്ലിക്കൻറ്റ് വെച്ച് കൊടുത്തു. ഡീറ്റെയിലൊക്കെ ഇതേപോലെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ദെൻ ആനുവൽ ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ അകത്തു നിന്നുള്ള ആ എമൗണ്ട് വേണം ഇവിടെ കൊടുക്കാൻ കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാർഷിക വരുമാനത്തിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്. ഓക്കെ, ആ എമൗണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവിടുത്തെ ഫീൽഡിൽ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട്. ദെൻ ബാക്കി താഴോട്ട് ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കോളർഷിപ്പ് അപ്ലൈയിങ് ഫോർ എന്നുള്ളത് ഹയർ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ അടുത്ത് സ്കോളർഷിപ്പ് അപ്ലൈയിങ് ഫോർ എന്നുള്ളതിൽ ഏതാണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണോ അതോ കോഴ്സ് ചെയ്യുന്നവരാണോ? ഇപ്പം SSC PSC പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് കേട്ടോ ആ സെലക്ട് ചെയ്യട്ടെ. അതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ തെറ്റാതെ കൊടുക്കുക. എന്നിട്ട് ആധാർ നമ്പർ കൊടുക്കുക. അപ്പോൾ താഴെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ആധാറിൻ്റെത്. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് താഴേക്ക് വരുമ്പം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയാണ്. നമുക്ക് 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. 100 KB കൂടാൻ പാടില്ല. അപ്പം PDF ആയിട്ടും അപ്ലോഡ് ചെയ്യേണ്ട PDF ആയിട്ടും, JPG ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട JPG ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അപ്ലോഡ് ചെയ്യേണ്ട അക്നോളജ്മെൻറ്റ് സ്ലിപ്പും സെൽഫ് ഡിക്ലറേഷനുമാണ്. അതിൽ അക്നോളജ്മെൻറ്റിൽ PSC ആണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തായിട്ട് വെച്ചിട്ടുള്ളത്. PSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസിനകത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഈ PDFൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതാണ് അക്നോളജ്മെൻറ്റ്, നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത PDFനെ ആയിരിക്കണം ആപ്ലിക്കേഷൻ്റെ ഫീൽഡിൽ പോയിട്ട് അക്നോളജ്മെൻറ്റിൻ്റെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സെൽഫ് ഡിക്ലറേഷനാണ്, അതായത് സാക്ഷ്യപത്രം. നമുക്ക് ഇത് ഈ PSC എക്സാം എഴുതുന്നതാണെങ്കിൽ നമുക്ക് ഈ സാക്ഷ്യപത്രം യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വന്ന് ഈ വ്യൂ ആൻഡ് ഡൗൺലോഡ് ഫോം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഫോം കിട്ടും. ഇതിനകത്ത് ആ ഒരു ഫസ്റ്റത്തെ കോളം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറഞ്ഞത് നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. എന്നിവർ കഴിഞ്ഞിട്ട് ഡാഷ് ജില്ലയിൽ, അവിടെ നമ്മുടെ ജില്ലയാണ് കൊടുക്കേണ്ടത്. ജില്ലയിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ താലൂക്കാണ്. അതിനുശേഷം വില്ലേജാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം
ഇത് സ്ഥിര താമസക്കാരാണ് എന്ന് കഴിഞ്ഞിട്ട് ഡാഷ് തസ്തികയിലേക്ക്. ഈ തസ്തികയെന്ന് ഉള്ളത് അവിടെ കൊടുക്കേണ്ടത് നമ്മുടെ നേരത്തെ PSCയുടെ ഒരു അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്തില്ലേ? അപ്പോൾ അത് ഏത് പോസ്റ്റിന്റെ ആണോ ഡൗൺലോഡ് ചെയ്തത് ആ പോസ്റ്റിന്റെ തസ്തികയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ആ പേര് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം, ഏത് തസ്തികയാണെന്ന്. അതിനുശേഷം അതിൻ്റെ ഡേറ്റ് ഉണ്ട്, പരീക്ഷയുടെ തീയതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്ത ഡേറ്റ് ആണ്. ആ അപ്ലൈ ചെയ്ത ഡേറ്റും കൂടെ അവിടെ നിന്ന് കോപ്പി ചെയ്ത് പ്രോപ്പറായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചറും ഫോട്ടോയും എല്ലാം കറക്റ്റായിട്ടെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്ലോഡ് ചെയ്യുമ്പോൾ വാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കും സക്സസ് ആണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം കൺഫേം ചെയ്യാനായിട്ടൊരു മൊഡാൽ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ യു ഹാവ് സക്സസ്ഫുള്ളി അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ദെൻ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. കോപ്പി ചെയ്തൊന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നീട് നമുക്ക് ആവശ്യം വരും. ഒന്ന് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം. ഇപ്പം കൊടുത്തു. ആ ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. എന്തെങ്കിലും എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് യൂഷ്വലി ഇങ്ങനെ. അപ്പം അൺഎക്സ്പെക്റ്റഡ് എറർ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ തിരിച്ച് ബാക്കിൽ നമ്മൾ ആദ്യം കയറിയ സൈറ്റിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എടുത്തിട്ട് ഇവിടെ ടെമ്പററി നമ്പർ ഇല്ലേ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ആ നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്താലും മതി. ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ നമുക്ക് ടെമ്പററി നമ്മുടെ ആൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്ത് ചെക്ക് സ്റ്റേറ്റസ് കൊടുക്കുക. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ശരിയാണ്, സ്റ്റേറ്റസ് ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു വാണ്ട് ടു കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷനിൽ എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് വരിക, ഒന്നുകൂടെ ടിക്ക് കൊടുക്കുന്നു. ദെൻ ഓക്കെ, എന്നിട്ട് താഴേക്ക് വന്ന് കൺഫേം യുവർ ആപ്ലിക്കേഷൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ തിരിച്ച് മെയിൻ സൈറ്റിൽ വന്നിട്ട് നോ യുവർ സ്റ്റേറ്റസ് നോക്കിയിട്ട് നമ്മുടെ ഇപ്പം നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു അക്കൗണ്ട് ഇത് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി, ലാസ്റ്റ് വന്ന ഫോമിൽ അത് കൊടുക്കുക. ദെൻ ചെക്ക് സ്റ്റേറ്റസ് കൊടുക്കുക. ഓർ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ചെക്ക് സ്റ്റേറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം സ്റ്റേറ്റസ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുക. അപ്പോൾ സക്സസ്ഫുൾ ആണ്, നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ് ആണ്. ഇനി വെയിറ്റ് ചെയ്താൽ മതി നമുക്കിത് കൺഫേം ആവാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ആർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ അടിപൊളി തകർപ്പൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.